ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് കേട്ടാൽ പെട്ടെന്ന് തല ഇറങ്ങി വീഴുന്ന ആൾക്കാർ. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്നറിയോ? ഇറ്റ്സ് ബിക്കോസ് അവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് തോന്നുന്നൊരു പ്രശ്നം വരുമ്പം അവരുടെ മനസ്സ് ആ പ്രശ്നത്തിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തൽക്കാലം അവരെ അങ്ങോട്ട് വീഴ്ത്തുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. മനസ്സിനെ നഷ്ടപ്പെട്ടവരെയാണല്ലോ നമ്മൾ ഭ്രാന്തന്മാർ എന്ന് പറയുന്നത്, അല്ലേ? ഒരു ദിവസം പെട്ടെന്ന് എണീറ്റിട്ട് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഭ്രാന്തന്മാരായവരല്ല അവര്. ഡേ ബൈ ഡേ അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ, ഓരോ സിറ്റുവേഷൻസ്, അതാണ് അവരങ്ങനെ ആക്കി മാറ്റിയത്. സോ ഡോണ്ട് ഇഗ്നോർ ദം. അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പൊതുവേ കുറേ ആൾക്കാരും കളിയാക്കുന്നവരുണ്ട്, ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പേടിച്ചോടുന്നവരുണ്ട്. അവരെ പേടിക്കുകയല്ല വേണ്ടത്, ജസ്റ്റ് ലവ് ദം. ഇറ്റ്സ് എ ബെസ്റ്റ് മെഡിസിൻ യു ക്യാൻ ഗിവ് ദം. അങ്ങനെ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഫിസിക്കലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ നമ്മൾ ചിലപ്പോൾ അവരുടെ കൂടെ നിന്നെന്ന് വരും. പക്ഷെ മെൻ്റലി ഇമോഷണലി ഒരാൾ ബ്രോക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ലേബൽ ചെയ്യും, ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട്, അല്ലേ? അവരുടെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കും, അവരെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഡോണ്ട് ഡു ഇറ്റ്. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ദം, ആർ യു ഓക്കെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ബിക്കോസ് കുറേ ആൾക്കാർക്കും തുറന്നു പറയാൻ ഒരാളുണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ടൈം, നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനൊന്നും കഴിയില്ല, എന്നാലും നമ്മുടെ കുറച്ച് ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ മാറാനുള്ളൊരു വലിയ കാരണമാവും നമ്മൾ. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഭ്രാന്തന്മാരെന്നല്ല വിളിക്കേണ്ടത്. വി ഹാവ് ടു കോൾ ദം ഫൈറ്റേഴ്സ്. ബിക്കോസ് അവർ മനസ്സിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിൽ അവർക്കറിയില്ല അവരെന്താണ്, അല്ലെ, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ഇറ്റ്സ് ബിക്കോസ് അവരുടെ മനസ്സ് അവരെ കളഞ്ഞിട്ട് പോയതാണ്. നമ്മുടെ മനസ്സിനെ നമ്മളെ കൺട്രോളിൽ നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. ബിക്കോസ് ഒരു പ്രശ്നം വന്ന് കഴിയുമ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് യു ആർ ഓക്കെ, യു ആർ സെറ്റ് എന്ന് നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയും പോലെ നമ്മളെ മനസ്സിൻ്റെ അടുത്തും നമ്മൾ ഓക്കെ ആണ്, ഒക്കെ റെഡിയാവും എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അതർവൈസ് മനസ്സ് നമ്മളെ കൂടെ നിൽക്കില്ല. മെൻ്റലി വീക്കായിട്ടുള്ള ആൾക്കാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നെവർ ടീസ് ദം, നെവർ ട്രൈ ടു ഇഗ്നോർ ദം. നിങ്ങൾക്ക് മാക്സിമം അവരെ ചേർത്ത് നിർത്താൻ പറ്റുകയാണെങ്കിൽ ഡു ദാറ്റ്. ഇനി അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗിവ് ദം എ സൈലൻറ്റ് പ്രെയർ.